കേരളം ഇന്ന് അഭൂതപൂർവമായ വളർച്ചയുടെ പാതയിലാണ്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അക്കാര്യങ്ങൾ അക്കമിട്ട് വിശദീകരിച്ചതാണ്. ആരും കേട്ടിട്ടില്ല. ഈ വളർച്ച ഉണ്ടായത് എങ്ങനെയെന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. മുഖ്യധാര വികസന സങ്കല്പങ്ങൾക്ക് ബദലായി ജനപക്ഷ വികസനത്തിൻ്റെ പുതിയ പരിപ്രേക്ഷ്യം മുന്നോട്ട് വെച്ചാണ് നമ്മുടെ കേരളം ലോകത്തിനു മുന്നിൽ മാതൃകയായത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇതിന് ചുക്കാൻ പിടിച്ചത് വിവിധ ഘട്ടങ്ങളിലെ ഇടതുപക്ഷ സർക്കാരുകളാണ്. ഇവിടെ എന്താണാവോ വിശേഷം? ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുവിതരണം, പൊതുമേഖല, ഇത്തരം മേഖലകളിലെ കേരളത്തിലെ മുന്നേറ്റം ലോകത്തിന് തന്നെ ശ്രദ്ധയാകർഷിച്ചു. അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. ഇടതുപക്ഷ സർക്കാരുകൾക്കിടയിൽ വന്ന ഇടതുപക്ഷ ഇതര സർക്കാരുകളുണ്ട്. ഈ ബദൽ വികസന നയങ്ങൾക്ക് പോറലേൽപ്പിക്കാനാണ് അത്തരം ഘട്ടത്തിൽ ഇടതുപക്ഷ ഇതര സർക്കാരുകൾ ശ്രമിച്ചിരുന്നത്. എൻ്റെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. ഓരോ ഇടതുപക്ഷ സർക്കാരിനും അതിനു മുൻപുള്ള UDF സർക്കാരുകൾ തകർത്തുപോയ കേരളത്തെ അയ്യോ സമ്മതിച്ചു സാറേ പുനർനിർമ്മിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന അധിക ബാധ്യത ഇതിനു മുൻപുള്ള കാലയളവിൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബക്കറ്റും രസീതും വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം ഒരു കമ്മിറ്റ്മെന്റെങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. ഭരണത്തിലെ ആദ്യത്തെ 2-3 വർഷം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ടായിരുന്നു. ഈ മുസ്കാലങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. എന്നാൽ തുടർഭരണം ലഭിച്ച സവിശേഷ സാഹചര്യത്തിൽ കേരള വികസനത്തെ നിർബാധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. കാര്യമായിട്ട് പറയണം. കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും.